ഇന്നത്തെ കൗൺസിൽ യോഗം വീണ്ടും നിയമവിരുദ്ധമായിട്ടുള്ള കൗൺസിൽ യോഗമായി മാറുകയാണ്. കൗൺസിൽ യോഗത്തിനകത്ത് കൃത്യമായിട്ട് അജണ്ട കൗൺസിൽ മീറ്റിങ്ങിന് വന്നപ്പോഴാണ് തരുന്നത്. 300 പേജുള്ള അജണ്ടയാണ് കൊണ്ടുവന്ന് തന്നത്. കൗൺസിൽ അംഗങ്ങൾക്ക് ഇത് വായിക്കാനോ പഠിക്കാനോ അഭിപ്രായമോ പറയാൻ വേണ്ടിയിട്ട് കഴിയാത്ത രൂപത്തിൽ ഇതെല്ലാം വളരെ റെക്കോർഡ് വേഗതയിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ 3-4 കൗൺസിലുകളായി മേയർ എടുക്കുന്ന സമീപനം തന്നെയാണ് ഇന്നത്തെ കൗൺസിൽ മീറ്റിങ്ങിനകത്തും എടുത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനാധിപത്യപരമായി നമ്മുടെ കൗൺസിൽ മീറ്റിങ്ങിൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടത്തേണ്ടതായിട്ടുള്ള ചർച്ചകളൊന്നും നടക്കാത്ത ഒരു കൗൺസിൽ മീറ്റിംഗായി ഈ കൗൺസിൽ മീറ്റിംഗ് മാറുകയാണ്. ഈ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ചട്ടവിരുദ്ധമായിട്ട് മേയർ സുഗതൻ്റെ ലീവ് ആപ്ലിക്കേഷൻ വീണ്ടും ഇന്നത്തെ മീറ്റിങ്ങിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ലീവ് ആപ്ലിക്കേഷനെ സംബന്ധിച്ച് ഒരു കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള സുഗതന് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അങ്ങനെ പറയുക മാത്രമല്ല, സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് കൊണ്ടുവരാതെ ജയിലിൽ വെച്ചിട്ടാണ് സുഗതൻ്റെ സത്യപ്രതിജ്ഞ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു തരത്തിലും ഒരു ആനുകൂല്യമോ ഒരു പ്രിവിലേജോ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഒബ്സർവേഷനുമാണ് യഥാർത്ഥത്തിൽ അന്ന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം വന്നത്. അപ്പോൾ അതിനുശേഷം ചട്ടവിരുദ്ധമായിട്ട് ആഭ്യന്തര വകുപ്പിന് സുഗതൻ പെറ്റീഷൻ കൊടുത്തു. അവിടെ നിന്ന് ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളുണ്ടായി. ഞങ്ങൾ LDF എന്നുള്ള രൂപത്തിൽ അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും തന്നെ ആ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഉത്തരവ് വായിച്ചിട്ടാണ് ഈ കോർപ്പറേഷൻ കൗൺസിലിനകത്ത് സുഗതനെ സംബന്ധിക്കുന്ന 6 മാസത്തേക്കുള്ള ലീവ് ആപ്ലിക്കേഷൻ മേയർ വയ്ക്കുന്നത്. അപ്പോൾ അത് ആഭ്യന്തര വകുപ്പ് തന്നെ പിൻവലിച്ചു. ആഭ്യന്തര വകുപ്പ് പിൻവലിക്കുക മാത്രമല്ല, ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം തന്നെ വരികയും അത് പിൻവലിച്ച വിവരം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയെ മേയറെ രേഖാമൂലം ഗവൺമെൻറ് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ലീവ് ആപ്ലിക്കേഷൻ, ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മുഖാന്തരമാണ്, DGP മുഖാന്തരമാണ് ലീവ് ആപ്ലിക്കേഷൻ വരുന്നത്. അത് അന്നത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ലീവ് ആപ്ലിക്കേഷൻ കഴിഞ്ഞ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ഇവിടെ മേയർ വെച്ചത്. ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഉത്തരവ് പിൻവലിച്ചതോടുകൂടി തന്നെ സുഗതൻ്റെ നിയമപരമായിട്ടുള്ള ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നിലവിലില്ലാത്ത ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ചാണ് ഇന്ന് വീണ്ടും മേയർ ചട്ടവിരുദ്ധമായിട്ട് ഇവിടെ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ട്. സാധാരണഗതിയിൽ ലീവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ലീവിനെ സംബന്ധിച്ച് ഒരു എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ് കൗൺസിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ലീവ് ആപ്ലിക്കേഷൻ ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 6 മാസത്തേക്ക് കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന, ഒരു കാരണവശാലും സമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളുടെ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ്, ലീവ് ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടാണ് മേയർ വീണ്ടും ഇവിടെ ലീവ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവിടെ നടത്തിയെന്നുള്ളത്. അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരക്ഷരം പറയാതെ ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഡിസന്റ് ആ കാര്യത്തിനകത്ത് പറഞ്ഞപ്പോൾ ജനാധിപത്യപരമായിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ബാധ്യതപ്പെട്ടിട്ടുള്ള മേയർ ഒരു അക്ഷരം പറയാതെ അത് തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കേണ്ടതായുള്ള കോർപ്പറേഷൻ സെക്രട്ടറി മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 46 അനുസരിച്ച് മുനിസിപ്പൽ കോർപ്പറേഷനകത്ത് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ പ്രത്യേകിച്ച് ഈ പറയുന്ന സെക്രട്ടറി ഇടപെട്ട് അത് തിരുത്തിക്കുന്നതിന് പകരം 2 പേരും ഒറ്റ അക്ഷരം മിണ്ടാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ചെയ്തത്. അത് നിയമലംഘനമാണ്. ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തിന് തന്നെ അത് ഉത്തരവ് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം മേയർക്കില്ലെങ്കിലും ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ചട്ടലംഘനം എന്ന് പറയുന്നത് തികച്ചും ചട്ടലംഘനമാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം മാത്രമല്ല, നിയമപരമായി LDF എന്നുള്ള രൂപത്തിൽ സെക്രട്ടറി എടുത്തിട്ടുള്ള ഇന്നത്തെ സമീപനത്തെ സംബന്ധിച്ച് നിയമവിരുദ്ധ നടപടികളെ സംബന്ധിച്ചും ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നതാണ്. മറ്റൊന്ന്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൗൺസിൽ അംഗങ്ങൾക്ക് കോർപ്പറേഷൻ്റെ കഴിഞ്ഞ 6 കമ്മിറ്റികളുടെ മിനിറ്റ്സ് തരുന്നില്ല എന്നുള്ളതാണ്. വളരെ ധാർഷ്ട്യത്തോടുകൂടിയാണ് മേയർ പറയുന്നത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ വേണ്ടി മാത്രമേ തരുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല, ഒരു കൗൺസിലറുടെ അവകാശമാണ്
താൻ പങ്കെടുത്ത കമ്മിറ്റിക്കകത്തുള്ള മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ആ മിനിറ്റ്സിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വരുത്താനും അത് പറയാനും അഭിപ്രായം എഴുതി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവകാശമുള്ള കൗൺസിലർക്ക് ഒരു കാരണവശാലും മിനിറ്റ്സ് കൊടുക്കില്ല എന്നാണ് ഇന്നിപ്പോൾ മേയർ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. ഇതും ചട്ടലംഘനമായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ജനാധിപത്യപരമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൗൺസിൽ മീറ്റിങ്ങിനകത്തുണ്ട്. ആ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ഒരു തരത്തിലും സംസാരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്ക് ഓഫ് ചെയ്യുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ കൗൺസിൽ കഴിഞ്ഞ 3-4 കമ്മിറ്റികളായി കൗൺസിൽ മീറ്റിങ്ങുകളായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്തംഭനാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ജനകീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ നേരത്തെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഇന്നത്തെ മിനിറ്റ്സിനകത്തില്ല. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതുപോലെ തന്നെ ഇവിടുത്തെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതിനെ സംബന്ധിച്ച് ഇത് നീക്കം ചെയ്യണമെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു പദ്ധതിയും ഇതിനകത്തില്ല. ഇവിടെ ഇപ്പോൾ സ്യൂവേജ് ആകെ മോശമായി നിൽക്കുന്ന തരത്തിലേക്ക് 1046 വാർഡുകളിൽ സ്യൂവേജ് സിസ്റ്റം ആകെ താറുമാറായി കിടക്കുന്ന സ്ഥിതിയുണ്ട്. അത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനെ സംബന്ധിച്ചൊന്നുമില്ല. ഇന്നലെ തന്നെ കഴക്കൂട്ടത്തിനകത്ത് 2 വയസ്സായിട്ടുള്ള കുട്ടിയെ ഉൾപ്പെടെ തെരുവ് നായ്ക്കൾ കടിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് വന്നിട്ടുണ്ട്. ഇന്നലത്തെ ചില പത്രങ്ങളിൽ അതിനകത്ത് മാതൃഭൂമി അടക്കമുള്ള ചില പത്രങ്ങൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇത്രയും നാളത്തെക്കാട്ടിലും കൂടുതൽ തെരുവ് ശല്യം ഉണ്ടാകുന്ന സന്ദർഭത്തിനകത്ത് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് പോലും മേയർ തയ്യാറാകുന്നില്ല. അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മേലിൽ ഒന്നും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ മേയർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ചില ജിമിക്കി വേലകൾ നിയമവിരുദ്ധമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയി തന്നെ ചില കടകളെല്ലാം അടപ്പിച്ച് ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിനകത്തല്ല അങ്ങനെ ഒരു കട അടപ്പിക്കേണ്ടത്. ഒരു കട അവിടെ പോയി ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഒരു കട അടപ്പിച്ച് ഷോ കാണിക്കലല്ല ഇവിടുത്തെ മേയറുടെ പണിയെന്ന് പറയുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള ബിൽഡിംഗ് റൂൾസ് വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ പോയി അതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കും. അതിന് എക്സംഷന് കൊടുക്കാനുള്ള കോർപ്പറേഷൻ ലിമിറ്റ് മാത്രമല്ല, അതിന് എക്സംഷൻസ് കൊടുക്കാനുള്ള അധികാരമൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനും ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു സമീപനം എടുക്കുന്നതിന് പകരം ഇവിടെ സാധാരണപ്പെടുന്ന ആളുകളുടെ കട അടപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അങ്ങനെ ഭരിക്കേണ്ട ഒരു സ്ഥലമല്ല ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മേയർ ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലും ചട്ടവിരുദ്ധമായിട്ടുള്ളതുണ്ടെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ സംബന്ധിച്ച് നടപടി എടുക്കേണ്ടതും അതും പ്രോപ്പറായിട്ടുള്ള നോട്ടീസും കാര്യങ്ങളും കൊടുത്താണ് നടത്തേണ്ടത്. അതല്ലാതെ ഈ ചില സ്ഥലങ്ങളിലെല്ലാം ഈ ബുൾഡോസറെല്ലാം ഉപയോഗിച്ച് ചില സ്ഥലങ്ങളിലെല്ലാം പോയി ഈ BJPയുടെ നേതൃത്വത്തിൽ ചില സ്ഥലങ്ങളിലെല്ലാം പോയി മാർക്കറ്റെല്ലാം ഒഴിപ്പിക്കുന്ന ചില രീതികളുണ്ട്. അത് അതേപടി അതിൻ്റെ ഒരു ടിറ്റോ പോലെ ഇവിടെ ഈ നമ്മുടെ കോർപ്പറേഷനകത്തും ഈ മേയറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ സ്തംഭനാവസ്ഥയ്ക്കെതിരെ ഇന്നത്തെ നടപടികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിലേക്ക് പരാതി കൊടുക്കുകയും ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഇന്നത്തെ കൗൺസിൽ മീറ്റിങ്ങിനെ സംബന്ധിച്ച് പറയാനുള്ളത്.